Welcome all. Here we are going to discuss about nuclear models such as collective, optical and Fermi gas models. So the first one is collective model. We have already seen that it is having the essential features of liquid drop model as well as the shell model. This model treats the movement of nucleus as a whole as well as the motions of unpaired nucleons. Okay. ന്യൂക്ലിയസിനെ മൊത്തത്തിൽ കൺസിഡർ ചെയ്യുന്നു, അതായത് ന്യൂക്ലിയസിന്റെ മോഷനെ മൊത്തത്തിൽ കൺസിഡർ ചെയ്യുന്നതിന്റെ പോലെ തന്നെ ഓരോ അൺപെയർഡ് ന്യൂക്ലിയോൺസിന്റെ മോഷൻസിനെയും കൺസിഡർ ചെയ്യുന്നുണ്ട്, ട്രീറ്റ് ചെയ്യുന്നുണ്ട്. ഇതിൽ ലിക്വിഡ് ഡ്രോപ്പ് മോഡലിന്റെയും അതുപോലെ തന്നെ ഷെൽസിന്റെയും മെയിൻ ഫീച്ചേഴ്സ് എല്ലാം, എസെൻഷ്യൽ ഫീച്ചേഴ്സ് എല്ലാം ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഇനി ഇതിൽ മെയിൻ ആയിട്ട് പറയുന്നത് ഡിഫോർമേഷൻ ആണ്, അതായത് ന്യൂക്ലിയർ ഷേപ്പ് ഡിഫോർമേഷൻ ഡ്യൂ ടു ന്യൂക്ലിയോൺസ് ഔട്ട്സൈഡ് ഫിൽഡ് ഷെൽസ്. ക്ലോസ്ഡ് ഷെല്ലുകളുടെ പുറത്ത് കിടക്കുന്ന അൺപെയർഡ് ആയിട്ടുള്ള അൺപെയർഡ് അല്ലെങ്കിലും ന്യൂക്ലിയോൺസ് അവര് ഒരു സെൻട്രിഫ്യൂഗൽ പ്രഷർ അപ്ലൈ ചെയ്യുന്നു ഈ ന്യൂക്ലിയസിന്റെ മൊത്തത്തിലുള്ള ഷേപ്പിലേക്ക്. അപ്പോൾ ആ സ്ഫെറിക്കാലിറ്റിയിൽ നിന്ന് ഈ ന്യൂക്ലിയസിന്റെ ഷേപ്പ് ഡീവിയേഷൻ വരുന്നു, അതിൽ നിന്ന് കുറെ വ്യതിചലിക്കുന്നുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ഫെറിക്കൽ ഷേപ്പാണ് നമ്മൾ ന്യൂക്ലിയസിനെ അസൈൻ ചെയ്തതെങ്കിൽ ഈ പുറത്ത് കിടക്കുന്ന ക്ലോസ്ഡ് ഷെൽസിന് പുറത്ത് കിടക്കുന്ന ന്യൂക്ലിയോൺസിന്റെ സെൻട്രിഫ്യൂഗൽ പ്രഷർ കാരണം ഈ സ്ഫെറിക്കാലിറ്റിയിൽ നിന്ന് വ്യത്യാസം വരുന്നുണ്ട്, ഡിഫോംഡ് ന്യൂക്ലിയസ് ആവുന്നുണ്ട്. അപ്പോൾ ഈ ഡിഫോംഡ് ന്യൂക്ലിയസ് അങ്ങനെ ആവുന്നത് കൊണ്ട് വൈബ്രേഷണൽ ആൻഡ് റൊട്ടേഷണൽ മോഷൻസ് എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് പറയാം മൊത്തത്തിൽ അതൊരു 1 യൂണിറ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യണേന്ന്. ന്യൂക്ലിയോൺസിന്റെ ഫലമായിട്ടുണ്ടാവുന്ന സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് കാരണം ഡിഫോംഡ് ന്യൂക്ലിയസ് ആവുന്നു. എന്നിട്ട് ഈ ഡിഫോംഡ് ന്യൂക്ലിയസ് മൊത്തത്തിൽ വൈബ്രേഷണൽ ആൻഡ് റൊട്ടേഷണൽ മോഷൻസിന് വിധേയമാവുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ ആ ന്യൂക്ലിയസ് ഒരു 1 കളക്റ്റീവ് യൂണിറ്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഇതൊക്കെ ന്യൂക്ലിയർ ഷേപ്പിലും സൈസിലൊക്കെ വ്യത്യാസങ്ങൾ വരുത്തും. ഇതിന്റെയൊക്കെ മെയിൻ കാരണം എന്ന് പറഞ്ഞത് ഈ ക്ലോസ്ഡ് ഷെൽസ് അല്ലെങ്കിൽ ഫിൽഡ് ഷെൽസിന് പുറമേ കിടക്കുന്ന ന്യൂക്ലിയോൺസിന്റെ സെൻട്രിഫ്യൂഗൽ പ്രഷർ കാരണമായിട്ടാണ്. ഓക്കെ, ഇനി നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു പ്രോട്ടോൺ ആൻഡ് ന്യൂട്രോൺ നമ്പേഴ്സ് മാജിക് നമ്പേഴ്സ് ആയിട്ട് വരുമ്പോൾ പലതരത്തിലുള്ള ഡിസ്റ്റിങ്വിഷിംഗ് ഫീച്ചേഴ്സ് നമുക്ക് കണ്ടിരുന്നു. അതിലത്തെ ഒരെണ്ണമാണ് ഇലക്ട്രിക് ക്വാഡ്രപ്പിൾ മൊമെന്റ് അല്ലെ. ഇപ്പോൾ എന്നിന്റെയും സെഡിന്റെയും വാല്യൂസിന്റെ മാജിക് നമ്പേഴ്സ് ആയിട്ട് വരുന്ന സമയത്ത് ഈ ഇലക്ട്രിക് ക്വാഡ്രപ്പിൾ മൊമെന്റ് 0 ആവുന്ന ഒരു സ്റ്റേജാണ് നമ്മൾ കണ്ടത്. അത് അതിന്റെ എന്താ പറയുക പ്രോപ്പർട്ടീസ് പഠിക്കുമ്പോൾ നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ ഈ പറയുന്ന ന്യൂക്ലിയർ ഡിഫോർമേഷൻ സംഭവിക്കുന്നത് കൂടുതലും എൻഹാൻസ്ഡ് വാല്യൂസ് ഒക്കെ മാജിക് നമ്പേഴ്സിൽ നിന്നും ഫാർ അവേ ആയിട്ട് കിടക്കുമ്പോഴാണ്. മാജിക് നമ്പേഴ്സിന് അടുത്ത് കിടക്കുമ്പോൾ അല്ലെങ്കിൽ മാജിക് നമ്പർ ആണെങ്കിൽ ഈ എഫക്റ്റ് വളരെ നെഗ്ലിജിബിൾ ആയിട്ടാണ് നമ്മൾ കാണപ്പെടുന്നത്. ഇനി ഈ ഇഫക്റ്റ് കൂടുന്നത് എന്നിന്റെയും സെഡിന്റെയും വാല്യൂസ് മാജിക് നമ്പേഴ്സിനെക്കാട്ടിലും വളരെ ദൂരെ കിടക്കുമ്പോൾ, അല്ലെങ്കിൽ ഒന്നില്ലെങ്കിൽ നന്നായിട്ട് കുറഞ്ഞ അല്ലെങ്കിൽ നന്നായിട്ട് കൂടി കിടക്കുമ്പോഴാണ് ഈ എഫക്റ്റ് അറിയുന്നത്. പിന്നെ ഈ ഇതുകൊണ്ട് തന്നെ അപ്പൊ നമുക്ക് പറയാം മാജിക് നമ്പേഴ്സിൽ നിന്നും ഫാർ അവേ കിടക്കുന്ന നമ്പേഴ്സിലാണ് ഈ ഇഫക്റ്റ് കൂടണേ വെച്ച് കഴിഞ്ഞാൽ ഫാർ അവേ നമ്പേഴ്സിൽ എന്തായിരിക്കും നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, ഇലക്ട്രിക് ക്വാഡ്രപ്പിൾ മൊമെന്റ് കൂടുതലായിരിക്കും അല്ലെ. മാജിക് നമ്പേഴ്സിൽ ഉള്ളപ്പോഴാണ് ഇലക്ട്രിക് ക്വാഡ്രപ്പിൾ മൊമെന്റ് 0 ആവുന്നത്. ഓക്കെ, ഇനി പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ന്യൂക്ലിയർ എക്സൈറ്റേഷൻ മേ കൺസിസ്റ്റ് നോട്ട് ഓൺലി ഇൻ ദ ട്രാൻസ്ഫർ ഓഫ് എ ന്യൂക്ലിയോൺ ബട്ട് ഓൾസോ എ ഫ്യൂ നമ്പർ ഓഫ് ന്യൂക്ലിയോൺസ് ടു ഹയർ വാക്കൻ ലെവൽസ്. നമ്മളിപ്പോൾ ന്യൂക്ലിയർ എക്സൈറ്റേഷൻ പറയുമ്പോൾ 1-2 ന്യൂക്ലിയോൺസ് ഹയർ ലെവലിലേക്ക് പോകുന്നു, ഫെർമി ലെവലിലേക്ക് പോകുന്നു എന്നല്ല, അതിലും കൂടുതൽ വളരെ നമ്പർ കൂടുതലാണ് ഈ എക്സൈറ്റഡ് സ്റ്റേറ്റിൽ ന്യൂക്ലിയോൺസിന്റെ എക്സൈറ്റേഷൻ പറയുന്നത്. ഓക്കെ, ന്യൂക്ലിയർ എക്സൈറ്റേഷൻ സംഭവിക്കുമ്പോൾ ഹയർ വാക്കൻ ലെവൽസിലേക്ക് ഒരു നമ്പർ തന്നെ ന്യൂക്ലിയോൺസ് എക്സൈറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഓക്കെ, ദെൻ ഇനി കളക്റ്റീവ് റൊട്ടേഷൻ ഇൻ ഈവൺ ന്യൂക്ലൈ. ഈവൺ ഒക്കെ പറയുന്നത് ഈവൺ സെഡ് അല്ലെങ്കിൽ ഈവൺ എൻ ന്യൂക്ലൈഡ്സിന്റെ കാര്യമാണ്. ഇരട്ടസംഖ്യയായിട്ട് വരുമ്പോൾ സെഡിന്റെയും എന്നിന്റെയും വാല്യൂ ഇരട്ടസംഖ്യ ആവുമ്പോഴാണ് ഇതിപ്പോ ഇക്വേഷൻ പറയുന്നത് റൊട്ടേഷണൽ ബാൻഡ് എനർജീസ് ഫോർ ഈവൺ സെഡ് ഈവൺ എൻ ന്യൂക്ലൈഡ്സ് ആർ ഗിവൺ ബൈ ഈ റൊട്ടേഷൻ ഈക്വൽ ടു h² ഡിവൈഡ് ബൈ 2i ഇൻറ്റു i+1. ഈ ഐയുടെ വാല്യൂ, അതായത് ഐ ടോട്ടൽ ആംഗുലർ മൊമെന്റം ആണ്, വിച്ച് ഇസ്
values having 0, 2, 4, 6, 8 etc. and ഈ അടിയിൽ കിടക്കുന്ന സിമ്പിൾ, അതായത് ഐ തന്നെയാണ് പറയുന്നത് തോന്നുന്നു. ഇറ്റ് ഈസ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദി ഡിഫോംഡ് ന്യൂക്ലിയസ്. അത് മാഗ്നിറ്റ്യൂഡ് ഡിഫോർമേഷൻ സംഭവിക്കുന്നതിനനുസരിച്ച് കൂടുന്നതായിരിക്കും. അതായത് സ്ഫെറിക്കാലിറ്റിയിൽ നിന്ന് എത്രത്തോളം വ്യത്യാസം വരുന്നോ അത്രത്തോളം അതിന്റെ മാഗ്നിറ്റ്യൂഡ് കൂടും. ഓക്കെ. Then next, collective rotation in odd A nuclei, additional quantum numbers. ഇനി പറയുന്നത് ഓഡ് എ ന്യൂക്ലൈയുടെ. ഓഡ് എ എന്ന് പറയുമ്പോൾ മാസ് നമ്പർ മൊത്തത്തിൽ ഓഡ് ആവുമ്പോൾ. ഓക്കെ. The effective angular momentum cannot be taken as the J value of the single odd nucleon. These nuclei deviate from spherical shape to a prolate or oblate spheroid. The resultant angular momentum is given by the vector addition of a particular angular momentum J and collective motion angular momentum R. Okay. So ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ജെ വാല്യൂ കണക്കാക്കുന്നത് ആംഗുലർ മൊമെന്റം എത്രയാണോ അതിനനുസരിച്ചാണ് ജെ വാല്യൂ പറയുന്നത്, അല്ലെ? ഒരു സിംഗിൾ ഓഡ് ഇലക്ട്രോൺ, ഓഡ് ന്യൂക്ലിയോണിന്റെ. ഓക്കെ. പക്ഷെ ഇവിടെ സംഭവിക്കുന്നത് ന്യൂക്ലിയർ ഷേപ്പിൽ വരുന്ന ഡിഫോർമേഷൻ കാരണം സ്ഫെറിക്കാലിറ്റിയിൽ നിന്ന് വല്ലാതെ ഡീവിയേറ്റ് ചെയ്യുന്നുണ്ട്. ഒന്നില്ലെങ്കിൽ പ്രോലൈറ്റ് അല്ലെങ്കിൽ ഒബ്ലേറ്റ് സ്ഫെറോയിഡ് എന്ന് പറയാം, അല്ലെ? അപ്പോൾ ഈ വെക്ടർ അഡീഷൻ ആയിട്ട് വേണം നമുക്ക് ഈ ടോട്ടൽ ആംഗുലർ മൊമെന്റത്തിനെ പറയാനായിട്ട്. ടോട്ടൽ അല്ലെങ്കിൽ റിസൾട്ടന്റ് ആംഗുലർ മൊമെന്റം നമ്മൾക്ക് ഒരു വെക്ടർ അഡീഷൻ ആയിട്ടാണ് റെപ്രസെന്റ് ചെയ്യുക. അതായത് നമ്മൾ ഏത് ന്യൂക്ലിയോണിന്റെ ആണോ സിംഗിൾ ഓഡ് ന്യൂക്ലിയോണിന്റെ എടുക്കുക ജെ വാല്യൂ, അതുപോലെ തന്നെ കളക്റ്റീവ് മോഷൻ ആംഗുലർ മൊമെന്റം അതാണ് ആർ. ഓക്കെ. അപ്പോൾ ജെ വാല്യൂ അതുപോലെ തന്നെ ആറും കൂടിയിട്ടുള്ള വെക്ടർ അഡീഷൻ ആണ് റിസൾട്ടന്റ് ആംഗുലർ മൊമെന്റം ആയിട്ട് ഇവിടെ പറയുന്നത് ഓഡ് എ ന്യൂക്ലൈയുടെ കാര്യത്തിൽ. ഇനി പുതിയ ക്വാണ്ടം നമ്പേഴ്സ് ഇവിടെ പറയാണ്. അതായത് ഈ ജെയും ഐയും ഓൺ സിമെട്രി ആക്സിസിൽ പ്രൊജക്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പുതിയ ക്വാണ്ടം നമ്പേഴ്സ് ആയിട്ടുള്ള ഓമും കെയും കിട്ടും. ഓക്കെ. അപ്പോൾ ഇവിടെ പറയുന്ന പുതിയ ക്വാണ്ടം നമ്പേഴ്സ് ആണ് ഓം ആൻഡ് കെ. Okay. The next is energy of an odd A nucleus is given by A rotation equal to h cut square divided by 2a into I plus 1 minus I0 into I0 plus 1. I may have values I0, I0 plus 1, I0 plus 2, etc. And the ground state spin I0 equal to 3 by 2, 5 by 2, etc. And in the case of I0 equal to 1 by 2, it involves more complicated treatment. Okay. ഇവിടെ തന്നിരിക്കുന്നത് ഓഡ് എ ന്യൂക്ലൈയുടെ കാര്യത്തിലാണ്. മാസ് നമ്പർ ഓഡായി വരുമ്പോഴുള്ള ന്യൂക്ലിയസിന്റെ എനർജിയാണ് തന്നിരിക്കുന്നത്. അതിൽ നമ്മളിപ്പോൾ പറഞ്ഞു അഡീഷണൽ ക്വാണ്ടം നമ്പേഴ്സ് പറയുന്നുണ്ട് ഓം ആൻഡ് കെ. അത് എന്തുകൊണ്ടാണ്? സ്ഫെറിക്കൽ ഷേപ്പിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് ഇത്രയും ടേംസ് നമുക്ക് വ്യത്യാസം വരുന്നത്. അതായത് ഇപ്പോൾ ജെ വാല്യൂ തന്നെ എടുക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് അതിന്റെ ആംഗുലർ മൊമെന്റം ആണ്, എഫക്റ്റീവ് ആംഗുലർ മൊമെന്റം ആണ് ജെ വാല്യൂ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതെന്തുകൊണ്ടാണ്? അത് സ്ഫെറിക്കൽ ഷേപ്പിൽ നിന്ന് മാറുമ്പോൾ റിസൾട്ടന്റ് ആയിട്ട് കിട്ടുന്ന ആംഗുലർ മൊമെന്റത്തിന് ഈ എഫക്റ്റീവ് ആംഗുലർ ഈ ജെ വാല്യൂവിൽ നിന്ന് വ്യത്യാസമുണ്ട്. അപ്പൊ നമ്മൾ ഈ ജെ വാല്യൂ അതുപോലെ തന്നെ കളക്റ്റീവ് മോഷൻ ആംഗുലർ മൊമെന്റം ആയിട്ടുള്ള ആറും കൂടിയിട്ടുള്ള വെക്ടർ അഡീഷൻ ആണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഡിഫോർമേഷൻ സംഭവിക്കുന്ന സമയത്ത് പല ഇഫക്റ്റുകളിലും വ്യത്യാസം വരുന്നുണ്ട്, പല വാല്യൂസിലും മാഗ്നിറ്റ്യൂഡുകളിലും വ്യത്യാസം വരുന്നുണ്ട്. ഓക്കെ. നെക്സ്റ്റ്, മെറിറ്റ്സ് ഓഫ് ദ കളക്റ്റീവ് മോഡൽ. ഇറ്റ് അക്കൗണ്ട്സ് ഫോർ ദി ഒബ്സർവ്ഡ് റൊട്ടേഷൻ എനർജി ലെവൽസ് ഓഫ് ന്യൂക്ലൈ farthest removed from magic numbers. It predicts the correct cross sections for Coulombic excitation and for the probability of E2 transitions. It explains consistently several other nuclear properties as magnetic moments, high electric quadrupole moments, and isomeric transitions of nuclei far from magic numbers. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു മാജിക് നമ്പേഴ്സിൽ നിന്ന് ദൂരെ കിടക്കുന്ന ന്യൂക്ലിയോൺസിന്റെ വാല്യൂസിന്, അതായത് നമ്പേഴ്സിലൊക്കെ നമുക്ക് എത്രത്തോളം ഉണ്ട് ഈ ഇലക്ട്രിക് ക്വാഡ്രപ്പിൾ മൊമെന്റ്സ് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുമെന്ന് പറഞ്ഞിരുന്നു ഇല്ലേ? അതുപോലെ തന്നെയാണ് ഐസോമറിക് ട്രാൻസിഷൻസും പിന്നെ മാഗ്നറ്റിക് മൊമെന്റ്സും ഒക്കെ. മാഗ്നറ്റിക് മൊമെന്റ് നമ്മൾ പറഞ്ഞു വെക്ടർ അഡീഷൻ ആണ് കിട്ടുന്നത്, സിംഗിൾ ജെ വാല്യൂ വെച്ച് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ ന്യൂക്ലിയർ റിയാക്ഷൻ ക്രോസ് സെക്ഷൻസും അതുപോലെ തന്നെയാണ്.
Coulombic excitation and for the probability of E2 transitions. E2 transitions-നെയും Coulombic excitations-നെയും ഒക്കെ correct cross sections ഇതിൽ പറയാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ observed rotational energy levels of nuclei farthest removed from magic numbers. Magic numbers-ലുള്ള values ആണ് നമ്മൾ ഇത്രയും maximum predict ചെയ്യാൻ പറ്റിയിരുന്നുള്ളൂ. അപ്പോൾ കളക്റ്റീവ് മോഡൽ വന്നപ്പോഴാണ് അതിൽ നിന്നും ഫാർ അവേ ആയി കിടക്കുന്ന നമ്പേഴ്സിൽ വരെ നമുക്ക് ന്യൂക്ലിയോൺസിന്റെ നമ്പേഴ്സിൽ വരെ ഇതിലൊക്കെ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് ദി ഓപ്റ്റിക്കൽ മോഡൽ ടു കമ്പൈൻ ദ സിംഗിൾ പാർട്ടിക്കിൾ ആൻഡ് കോമ്പൗണ്ട് ന്യൂക്ലിയസ് ബിഹേവിയർ. ഓക്കെ, ഇത് ഓപ്റ്റിക്കൽ മോഡലിൽ സിംഗിൾ പാർട്ടിക്കിൾ ആൻഡ് കോമ്പൗണ്ട് ന്യൂക്ലിയസ് ബിഹേവിയർ ആണ് കമ്പൈൻ ചെയ്തിട്ടുള്ളത്. ഇവിടെ നമ്മളിപ്പോൾ പറഞ്ഞു കോമ്പൗണ്ട് ന്യൂക്ലിയസിന്റെ കാര്യം പറഞ്ഞു. കോമ്പൗണ്ട് ന്യൂക്ലിയസ് എന്ന് പറയുമ്പോൾ ഒരു ന്യൂക്ലിയസ് വേറൊരു പാർട്ടികളും കൂടി വന്നു കഴിഞ്ഞാലുള്ള അവസ്ഥ അങ്ങനെയൊക്കെ പറയാം നമുക്ക് കോമ്പൗണ്ട് ന്യൂക്ലിയസ് എന്ന് പറയുമ്പോൾ. അപ്പോൾ എപ്പോഴും ഒരു കോമ്പൗണ്ട് ന്യൂക്ലിയസ് ഉണ്ടാവണമെന്നില്ല, അതും ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ അതിലത്തെ പോസിബിലിറ്റീസ് ആണ് ഇനി പറയാൻ പോകുന്നത്. അപ്പോൾ ഒരു ഇൻസിഡന്റ് പാർട്ടിക്കിൾ വന്ന് ടാർഗറ്റ് ന്യൂക്ലിയസിലേക്ക് എത്തുകയാണെങ്കിൽ അവിടെ എന്തൊക്കെ സംഭവിക്കാന്ന്. ഒന്നില്ലെങ്കിൽ ഒരു കോമ്പൗണ്ട് ന്യൂക്ലിയസ് തന്നെ ഉണ്ടാവാം, അതല്ലാതെയുള്ള കേസുകളും ഉണ്ടാവാം. അതിപ്പോൾ ആദ്യത്തെ പറയുന്നത് ഇറ്റ് മേ ബി സ്കാറ്ററിങ് അറ്റ് ദ സർഫസ് ഓഫ് ടാർഗറ്റ് ന്യൂക്ലിയസ്. സ്കാറ്റർ ചെയ്തു പോകാം അല്ലേ, വന്ന് തട്ടിത്തെറിച്ചു പോകാം. ഇലാസ്റ്റിക് സ്കാറ്ററിങ്, ഷേപ്പ് ഇലാസ്റ്റിക് സ്കാറ്ററിങ്, ഒരു വ്യത്യാസം സംഭവിക്കാതെ എങ്ങനെയാണോ വന്ന് അതുപോലെ തന്നെ ടാർഗറ്റ് ന്യൂക്ലിയസിലേക്ക് തട്ടി തെറിച്ചു പോകാം ഇൻസിഡന്റ് പാർട്ടിക്കിളിന്. അതല്ലെങ്കിൽ ഇറ്റ് മേ പെനട്രേറ്റ് ദ ടാർഗറ്റ് ന്യൂക്ലിയസ് ആൻഡ് ആഫ്റ്റർ എ ഫിനിറ്റ് ടൈം be ejected out without any interaction with the target nucleons. അതാണ് കോമ്പൗണ്ട് ഇലാസ്റ്റിക് സ്കാറ്ററിങ്. നമ്മൾ നേരത്തെ പറഞ്ഞ ഷേപ്പ് ഇലാസ്റ്റിക് സ്കാറ്ററിങ്, ഒന്നും സംഭവിക്കാതെ തന്നെ പുറത്ത് തട്ടി തിരിച്ചു പോകാം. രണ്ടാമത് പറയുന്നത് ഉള്ളിലേക്ക് കടന്ന് ഒരു പർട്ടിക്കുലർ സമയത്തിന് ശേഷം ഒരു ഇന്ററാക്ഷനും സംഭവിക്കാതെ അതുപോലെ തന്നെ അത് തിരിച്ചു പോയേക്കാം. ഓക്കെ, അതാണ് രണ്ടാമത്തെ കോമ്പൗണ്ട് ഇലാസ്റ്റിക് സ്കാറ്ററിങ്. Next is it may penetrate and directly react with one or more nucleons of the target nucleus. അങ്ങനെയും സംഭവിക്കാം. ഉള്ളിലേക്ക് കടന്നതിന് ശേഷം ന്യൂക്ലിയോൺസിലെ ഏതെങ്കിലും ന്യൂക്ലിയോൺസ് ആയിട്ട് റിയാക്ട് ചെയ്ത് റിയാക്ഷനിൽ അവസാനിക്കാം. ഇറ്റ് മേ ഫോം ദി ട്രൂ കോമ്പൗണ്ട് ന്യൂക്ലിയസ് ബട്ട് നോട്ട് നെസസറിലി ആസ് ഫാസ്റ്റ് ആസ് ഇംപ്ലൈഡ് ഇൻ ബോർസ് തിയറി. ഓക്കെ, അപ്പോൾ 4 പോസിബിലിറ്റീസ് ആണ് ഒരു ഇൻസിഡന്റ് പാർട്ടിക്കിൾ ടാർഗറ്റ് ന്യൂക്ലിയസിലേക്ക് എത്തുമ്പോൾ സംഭവിക്കണേന്നാണ് ഒപ്റ്റിക്കൽ മോഡലിൽ പറയുന്നത്. ആദ്യത്തെ വന്ന് സ്കാറ്റർ ചെയ്തു പോകാം, അല്ലെങ്കിൽ പെനട്രേറ്റ് ചെയ്ത് വിതൗട്ട് എനി റിയാക്ഷൻ ഓർ ഇന്ററാക്ഷൻ ഇറ്റ് മേ ഇജക്റ്റഡ് ഔട്ട്, ഓർ ഇറ്റ് മേ പെനട്രേറ്റ് ആൻഡ് ഡയറക്ട്ലി റിയാക്ട് വിത്ത് വൺ ഓർ മോർ ന്യൂക്ലിയോൺസ് ഓഫ് ദി ടാർഗറ്റ് ന്യൂക്ലിയസ്. ദെൻ ലാസ്റ്റ് വൺ ഇസ് ഫോർമേഷൻ ഓഫ് കോമ്പൗണ്ട് ന്യൂക്ലിയസ്. പക്ഷേ അത് അത്രയും സ്പീഡിൽ നടക്കണമെന്നില്ല. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. നെക്സ്റ്റ്, there is a finite lifetime for the particle after penetration wherein it retains its identity, the pre-compound nucleus stage. അതിനെയാണ് pre-compound nucleus stage എന്ന് പറയാം കേട്ടോ. ന്യൂക്ലിയസിലേക്ക് വന്ന് അതിനുള്ളിൽ ഇരിക്കുമ്പോൾ പെനട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു കുറച്ച് സമയം ഉണ്ടാവും. അത് കോമ്പൗണ്ട് ന്യൂക്ലിയസ് ആവുന്നതിന് മുമ്പേ ഉള്ള ഒരു സമയം, ആ ഒരു ടൈമിനെയാണ് പ്രീ കോമ്പൗണ്ട് ന്യൂക്ലിയസ് സ്റ്റേജ് എന്ന് പറയുന്നത്. ഇത് പക്ഷേ കോമ്പൗണ്ട് ന്യൂക്ലിയസ് തിയറിയെക്കാട്ടിലൊക്കെ വ്യത്യാസമുണ്ട് കേട്ടോ. അതായത് പെട്ടെന്ന് തന്നെ കോമ്പൗണ്ട് ന്യൂക്ലിയസ് ആയി മാറുന്ന ഒരു സ്റ്റേജ് അല്ല ഇവിടെ പറയുന്നത്, കുറച്ച് സമയം എടുക്കുന്നുണ്ട്. ഓക്കെ, ബോർസ് തിയറി അനുസരിച്ച് പെട്ടെന്ന് കോമ്പൗണ്ട് ന്യൂക്ലിയസ് ഉണ്ടാവുന്നു, പക്ഷെ ഇവിടെ കുറച്ച് സമയം എടുക്കുന്നുണ്ട്. ഇനി 2 തരത്തിലുള്ള പ്രൊജക്ടൈൽ ടാർഗറ്റ് ഇന്ററാക്ഷൻസ് ആണ് ഇനി പറയാൻ പോകുന്നത്. പ്രൊജക്ടൈൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, വന്ന് ഇൻസിഡന്റ് ആയിട്ട് വരുന്ന പാർട്ടിക്കിളിനെയാണ് ഈ പ്രൊജക്ടൈൽ എന്ന് പറയുന്നത്. ഇജക്ടൈൽ എന്ന് പറയുന്നത് റിയാക്ഷൻ കഴിഞ്ഞ് പുറത്തേക്ക് പോകുമ്പോൾ പ്രൊഡക്റ്റിന്റെ കൂടെ പോകുന്ന പാർട്ടിക്കിളിനെയാണ്. ഓക്കെ, ഇനി പ്രൊജക്ടൈൽ ടാർഗറ്റ് ഇന്ററാക്ഷൻസ് ഏത് രീതിയിലൊക്കെ ആവാമെന്നാണ് പറയുന്നത്. സ്കാറ്ററിംഗ് ബിഫോർ ഓർ ആഫ്റ്റർ പെനട്രേഷൻ, അബ്സോർപ്ഷൻ ലീഡിംഗ് ടു ന്യൂക്ലിയർ റിയാക്ഷൻ ഡയറക്ട്ലി ഓർ വിയ ദ കോമ്പൗണ്ട് ന്യൂക്ലിയസ്. ഒന്നില്ലെങ്കിൽ സ്കാറ്റർ ചെയ്തു പോകാം ബിഫോർ അല്ലെങ്കിൽ ആഫ്റ്റർ പെനട്രേഷൻ. നമ്മൾ നേരത്തെ കേസിൽ പറഞ്ഞിരുന്നു അല്ലേ, ഒന്നില്ലെങ്കിൽ സ്കാറ്റർ ചെയ്ത് സർഫസിൽ നിന്ന് തന്നെ പോകാം, അല്ലെങ്കിൽ പെനട്രേറ്റ് ചെയ്തതിന് ശേഷം തിരിച്ചു പോകാം. അപ്പോൾ ആദ്യത്തെ അതാണ്. പിന്നെ പറയുന്നത് അബ്സോർപ്ഷൻ സംഭവിച്ചുകൊണ്ട് ന്യൂക്ലിയർ റിയാക്ഷൻ നടക്കാം. ഒന്നില്ലെങ്കിൽ കോമ്പൗണ്ട് ന്യൂക്ലിയസ് ആവും, അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് പ്രൊഡക്ട്സ് ആയി മാറും. ഇനി നെക്സ്റ്റ്, ഒപ്റ്റിക്കൽ മോഡൽ envisages a two-term complex nuclear potential U of R as made up of a real one and
an imaginary one. Real one ആണ് V of R and imaginary one is IW of R. ഈ I എന്ന് പറയുന്നത് തന്നെ നമുക്കറിയാം √(-1) ആണ്. അറിഞ്ഞൂടെ കോംപ്ലക്സ് നമ്പേഴ്സിലൊക്കെ ഐയുടെ വാല്യൂ. ഓക്കെ, അപ്പോൾ ഒരു 2 ടേം കോംപ്ലക്സ് ന്യൂക്ലിയർ പൊട്ടൻഷ്യൽ ആയിട്ടാണ് ഇവിടെ പറയുന്നത്. U of R equal to V of R plus I into W of R. ഇനി നെക്സ്റ്റ് ഇതിലിപ്പോൾ നമുക്ക് പറയാൻ പറ്റും ഓരോ ടേമിനെ പറ്റി ഇനി പറയാൻ പോവാണ്. V എന്ന് പറയുന്നത് റിയൽ വൺ ആണെന്ന് പറഞ്ഞു, W എന്ന് പറയുന്നത് ഇമാജിനറി വൺ ആണ്. ഓക്കെ, ഇനി ഇമാജിനറി ടേം അലോസ് ഫോർ അബ്സോർപ്ഷൻ ആൻഡ് ബോത്ത് V and W are energy dependent. Then single particle elastic scattering is produced by V and the imaginary component W attenuates the incident wave and also governs the mean free path of the particle in the target nucleus. ഈ മീൻ ഫ്രീ പാത്ത് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാലോ അല്ലേ എന്താണെന്ന്. അതായത് ഇപ്പോൾ ഒരു ഫ്രീ പാത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാർട്ടിക്കിള് മറ്റൊരു പാർട്ടിക്കിളായിട്ട് കൊളൈഡ് ചെയ്യാൻ ഉള്ള ഒരു ഡിസ്റ്റൻസിനെയാണ് പറയുന്നത്. അപ്പോൾ ഒരു സിസ്റ്റത്തിൽ പറയുകയാണെങ്കിൽ അങ്ങനത്തെ എത്ര കൊളീഷൻസ് നടക്കുന്നുണ്ടോ അതിന് മുമ്പുള്ള ആ ഒരു പാത്ത് ലെങ്ത്, അതിൻ്റെ മീനാണ് മീൻ ഫ്രീ പാത്ത്. ഓക്കെ, ഇനി ലാർജർ ദ W, ഷോർട്ടർ ദ മീൻ ഫ്രീ പാത്ത് ആൻഡ് ഹയർ ദ പ്രോബബിലിറ്റി ഓഫ് അബ്സോർപ്ഷൻ ആൻഡ് കോമ്പൗണ്ട് ന്യൂക്ലിയസ് ഫോർമേഷൻ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. വിയുടെ വാല്യൂ എന്താ റിയലും W ഇമാജിനറി, അത് അങ്ങോട്ട് ഇങ്ങോട്ട് മാറരുത്. ഇനി ഓൺ ദ അനലോഗി ഓഫ് ലൈറ്റ് പാസിംഗ് ത്രൂ എ ക്രിസ്റ്റൽ, ഇമാജിനറി component of the potential imparts to the clear crystal a certain amount of cloudiness which enables absorption. ഒരു ക്രിസ്റ്റലിലേക്ക് ലൈറ്റ് പാസ് ചെയ്യുന്നത് പോലെ തന്നെ ഈ ഇമാജിനറി കമ്പോണന്റ് ഈ ക്ലിയർ ക്രിസ്റ്റലിലേക്ക്, അതായത് ഇപ്പം നമ്മൾ പറയുന്ന ന്യൂക്ലിയസിലേക്ക് ഒരു ക്ലൗഡിനെസ് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ മോഡലിനെ ക്ലൗഡി ക്രിസ്റ്റൽ ബോൾ മോഡൽ എന്നും പറയുന്നുണ്ട്. അതായത് ഒപ്റ്റിക്കൽ മോഡലിന്റെ വേറൊരു പേരാണ് ക്ലൗഡി ക്രിസ്റ്റൽ ബോൾ മോഡൽ. That permits the reflection, refraction and absorption or transmission of the incoming particle. Okay, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ്സ് ഒക്കെ തന്നെ, അതായത് സ്കാറ്ററിങ്ങും പെനട്രേഷനും റിയാക്ഷൻ ആഫ്റ്റർ പെനട്രേഷനും പിന്നെ കോമ്പൗണ്ട് ഫോർമേഷനും ഒക്കെ സംഭവിക്കാം അവിടെ. ഇതൊക്കെയാണ് അതായത് റിഫ്ലക്ഷൻ, റിഫ്രാക്ഷൻ, അബ്സോർപ്ഷൻ, ട്രാൻസ്മിഷൻ ഒക്കെ ഇതുപോലെ തന്നെയുള്ള പ്രോസസ്സുകളാണല്ലോ ഒരു ക്രിസ്റ്റലിൽ സംഭവിക്കുന്നത്. അതുപോലെ തന്നെയാണ് ന്യൂക്ലിയസിലെന്നാണ് പറയുന്നത്. ഇനി നെക്സ്റ്റ് വൺ, ദ ഫെർമി ഗ്യാസ് മോഡൽ. ഇവിടെ ന്യൂക്ലിയോൺസിന്റെ ഇൻഡിപെൻഡന്റ് മോഷൻസിനെ കൺസിഡർ ചെയ്യുന്നില്ല, വിച്ച് ട്രീറ്റ്സ് ദ ന്യൂക്ലിയസ് ആസ് എ ഹോൾ. ഫെർമി ഗ്യാസ് മോഡലിൽ ന്യൂക്ലിയസിനെ മൊത്തത്തിലായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. The concept of nuclear potential is well retained. Each level starting from the bottom of the well is completely filled, leaving no vacancies. Nucleus being in the lowest possible energy state. അത് നമുക്കറിയാം ഓൾറെഡി, ന്യൂക്ലിയസ് എപ്പോഴും സ്റ്റേബിൾ ആയിട്ടുള്ള സമയമാണെങ്കിൽ അത് ഏറ്റവും ലോവസ്റ്റ് പോസിബിൾ എനർജി സ്റ്റേറ്റിലായിരിക്കും. ഇനി എന്താ പറയുക, ഇതിൽ പൊട്ടൻഷ്യൽ വെൽ എന്ന് പറയുന്ന കൺസെപ്റ്റും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. വെൽ റിറ്റൈൻഡ് ആണ്. ഓക്കെ, ഇനി when excited some of the nucleons are promoted to vacant levels over the Fermi level. ഫെർമി ലെവലിന് മുകളിലുള്ള വാക്കന്റ് ലെവൽസിലേക്ക് ന്യൂക്ലിയോൺസ് എക്സൈറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എക്സൈറ്റഡ് സ്റ്റേറ്റിലാവുമ്പോൾ as the number of possible states increases very rapidly with the energy of excitation, mixing of alternative configurations of a given spin and parity level occurs on a large scale. What is being considered large here is the number of possible energy levels or states or the level density at high energy of excitation. അപ്പോൾ ഒരു എക്സൈറ്റേഷൻ സംഭവിക്കുമ്പോൾ പലതരത്തിലുള്ള എക്സൈറ്റേഷൻസ് നടക്കാം അല്ലേ ന്യൂക്ലിയോൺസിന്, പല ലെവലുകളിലേക്ക് അത് എക്സൈറ്റ് ചെയ്യപ്പെടാം. അപ്പോൾ ഓൾട്ടർനേറ്റീവ് കോൺഫിഗറേഷൻസിൻ്റെ ഒക്കെ മിക്സിംഗ് അപ്പ് നടക്കാം. സ്പിൻ ആൻഡ് പാരിറ്റി കൺസിഡർ ചെയ്തുകൊണ്ട് തന്നെയുള്ള മിക്സിംഗ് അപ്പുകൾ നടക്കാം. What is being considered here is the large number of possible energy levels or states, level density, high energy of excitation. Okay, the next level density is defined as the number of permitted levels between energy epsilon and epsilon plus d epsilon. This is given by rho of epsilon equal to c exponential of 2 into alpha epsilon raised to 1/2. This also leads to the concept of
ന്യൂക്ലിയർ എൻട്രോപ്പി എസ്. ന്യൂക്ലിയർ എൻട്രോപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാലോ, ന്യൂക്ലിയോൺസ് ഡിസ്ട്രിബ്യൂഷൻ അതിനനുസരിച്ച് ഉള്ള എൻട്രോപ്പിനെയാണ് ഈ ന്യൂക്ലിയർ എൻട്രോപ്പി എന്ന് പറയുന്നത്. ആൻഡ് ദ ന്യൂക്ലിയർ ടെമ്പറേച്ചർ T ഓഫ് എപ്സിലോൺ ആസ് ഫോളോസ്. ഈ സ്റ്റെപ്പുകളും പഠിച്ചു വയ്ക്കുക. ഇതിനെയാണ്, ഈ ഇക്വേഷനെയാണ് എപ്സിലോൺ ഈക്വൽ ടു കെ സ്ക്വയർ പ്രൊപ്പോർഷണൽ ടു ടി സ്ക്വയർ ആണ്, എപ്സിലോൺ ഈക്വൽ ടു കെ സ്ക്വയർ ആൽഫ ടി സ്ക്വയർ ആണ് ഈ ഫെർമി ഗ്യാസിന്റെ ഫെർമി ഡയറാക്ട് സ്റ്റാറ്റിസ്റ്റിക്സ് അപ്ലൈ ചെയ്യുന്ന ഇക്വേഷൻസ്. ഓക്കെ, ഇതിലിപ്പോ ds ഓഫ് എപ്സിലോൺ ഡിവൈഡ് ബൈ ഡി എപ്സിലോൺ ഈക്വൽ ടു ആൽഫ ബൈ എപ്സിലോൺ ഹോൾ റൈസ് ടു 1/2. ഇതിനെ നമ്മൾ റെസിപ്രോക്കൽ എടുത്തിട്ടാണ് അടിയിലത്തെ സ്റ്റെപ്പ് എഴുതിയത്. അതിന് മുമ്പ് ഈ ds ബൈ ഡി എപ്സിലോൺ എന്നുള്ളത് കിട്ടിയത് എങ്ങനെയാണെന്ന് തൊട്ട് മുമ്പത്തെ സ്റ്റെപ്പ് നോക്കി മനസ്സിലാവും. അതായത് 2 ഇൻറ്റു ആൽഫ എപ്സിലോൺ ഹോൾ റൈസ് ടു 1/2 ആണ് അല്ലേ. അപ്പൊ നമ്മൾ ഡിഫറൻഷ്യൽ എടുക്കുമ്പോൾ എന്താവും വരിക, ഈ nx റൈസ് ടു n-1 എന്നുള്ള ഫോമിലല്ലേ എടുക്കുക. അപ്പോൾ 2ഉം 1/2 ആയിട്ട് വരുമ്പോൾ ക്യാൻസൽ ചെയ്ത് പോകും. എന്നിട്ട് ആൽഫ ബൈ എപ്സിലോൺ ഹോൾ റൈസ് ടു 1/2. ഇനി ലാസ്റ്റത്തെ ഇക്വേഷൻ ആണ് മെയിൻ ആയിട്ട് പഠിച്ചു വെക്കേണ്ടത്. എപ്സിലോൺ ഈക്വൽ ടു കെ സ്ക്വയർ ആൽഫ ഇൻറ്റു ടി സ്ക്വയർ. ദാറ്റ് ഈസ് KT ഈക്വൽ ടു എപ്സിലോൺ ബൈ ആൽഫ ഹോൾ റൈസ് ടു 1/2 എന്നുള്ളതാണ് നമ്മൾ സ്ക്വയർ ചെയ്തിട്ട് മാറ്റി വയ്ക്കാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷനാണ് ഫെർമി ഡയറാക്ട് സ്റ്റാറ്റിസ്റ്റിക്സിൽ ഫെർമി ഗ്യാസ് ഇക്വേഷൻ ആയിട്ട് പറയുന്നത്. ഫെർമി ഡയറാക്ട് സ്റ്റാറ്റിസ്റ്റിക്സ് അപ്ലൈ ചെയ്യുന്ന ഫെർമി ഗ്യാസിന്റെ ഇക്വേഷൻ ആണിത്. ഇത് മെയിൻ ആയിട്ട് പഠിച്ചു വയ്ക്കുക. അതുപോലെ തന്നെ ഫെർമി ഗ്യാസ് മോഡലിൽ ഇൻഡിപെൻഡന്റ് മോഷൻസ് ഓഫ് ന്യൂക്ലിയോൺസ് ഡിസ്റിഗാർഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ എക്സൈറ്റഡ് സ്റ്റേറ്റിൽ ഫെർമി ലെവലിനേക്കാളും മുകളിലേക്ക് ന്യൂക്ലിയോൺസ് പ്രൊമോട്ട് ചെയ്യുന്നുള്ള പോയിന്റ്സ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ മെയിൻ ആയിട്ട് നോക്കുന്നത് കളക്റ്റീവ് മോഡൽ, പിന്നെ ഷെൽ മോഡൽ ആൻഡ് ലിക്വിഡ് ഡ്രോപ്പ് മോഡലാണ്. ഈ മൂന്നെണ്ണം നല്ല ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ തന്നെ പഠിക്കണം. പിന്നെ ഒപ്റ്റിക്കൽ മോഡലും ഫെർമി ഗ്യാസ് മോഡലും കുറച്ചും കൂടി ഒന്ന് ഷോർട്ട് ആക്കിയിട്ട് പഠിച്ചാൽ മതി. ഇക്വേഷൻസ് മാത്രം എന്തായാലും ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.